പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പിൻ്റെ വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ബാക്കി ഈ ആഴ്ചയിൽ ഉള്ളത് പഴയ നിയമം നമ്മൾ പഠിച്ചു നിർത്തിയ 11-ാം അധ്യായം, അതിന് ശേഷമുള്ള ഭാഗങ്ങളായിരിക്കും ഇനി എടുക്കുന്നത്. അപ്പോൾ നോയമ്പിൻ്റെ ആഴ്ചയിൽ 1-2 ഇതുപോലെ ഇനി തുടർന്ന് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ സാധിക്കും. പ്രാർത്ഥിക്കുക, ദൈവ അനുഗ്രഹത്താൽ ഇതൊക്കെ സാധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ് നോമ്പ് നോക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ, അതിൻ്റെ ഭാവം, അതിൻ്റെ രൂപം, ഫലങ്ങൾ ഇതെല്ലാം കർത്താവിൽ നിന്നാണ് പഠിക്കേണ്ടുന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്. യേശു നോമ്പ് നോറ്റു, നമ്മളെ അത് പഠിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞാണ്. ഒരു ആദ്യത്തേത് സാത്താനെ നോയമ്പൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷിക്കാനായിട്ട് തുടങ്ങി മരുഭൂമിയിൽ കൊണ്ടുപോയി അത് പരീക്ഷിക്കപ്പെടണമായിരുന്നു. നമുക്കൊരു മോഡൽ അതിൻ്റെ കാണിച്ചു തരണമായിരുന്നു. അതിൻ്റെ ഭാവവും രൂപവും എല്ലാം ഫലങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ. അല്ല, കർത്താവിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊന്നും അല്ല നോയമ്പ് നോറ്റത് എന്നും കൂടെ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നരകുലം മുഴുവനും വേണ്ടി, എല്ലാ ജനതകൾക്കും വേണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, അപ്പം ഭക്ഷിക്കാൻ വിശപ്പ് കൊണ്ട് അവൻ ആവശ്യപ്പെടുന്ന ഈ കല്ലുകളൊക്കെ അപ്പമാകാൻ പറഞ്ഞ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആകുക, നിൻ്റെ സ്വന്തം ആവശ്യം നടക്കേണ്ട സ്വാർത്ഥത അവിടെ നടക്കട്ടെ. കർത്താവ് നോറ്റത് കർത്താവിനും അമ്മ മറിയത്തിനും വേണ്ടിയല്ല. ആ വീട്ടിൽ പിന്നെ അതേയുള്ള ഔസേപ്പിതാവ് നേരത്തെ മരിച്ചു പോയി അപ്പൻ. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ മരണം ഇത് അപ്പനെന്ന് പറഞ്ഞപ്പോൾ പിതാവാണ്, പക്ഷേ ഔസേപ്പിതാവാണ് ആ സ്ഥാനത്ത് നമുക്ക് കാണപ്പെടുന്നത്. അപ്പം മരിച്ചു പോയി. പിന്നെ വേറെ ആരുമില്ല. പിന്നെ ഉള്ള ബന്ധുക്കൾ, ചാർച്ചക്കാർ ഒക്കെയുള്ള അവരുടെ സഹോദരങ്ങൾ, ചാർച്ചക്കാർ, അവരെല്ലാമാണ്. അവരെയാണ് സഹോദരിയും സഹോദരന്മാരും എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. അതിന് പകരം മറ്റേ കൂട്ടർ പറയുന്നുണ്ട്, അങ്ങ് മറിയം വേറെ ഇത് വിവാഹങ്ങളൊക്കെ കഴിച്ചോ, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ഡസനിൽ കൂടുതൽ പ്രസവിച്ചെന്ന്. തിന്മ പറയാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ 1-2 പ്രാവശ്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ ആ ചാർച്ചക്കാരിലുള്ളവരെല്ലാവരും നമ്മളായാലും സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പെങ്ങള്, ആങ്ങള എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ സ്വന്തം സഹോദരനും സഹോദരി എന്നുള്ളതല്ല പറയുന്നത്. എൻ്റെ ആങ്ങളെയാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ് എന്ന് എല്ലാവരും പറയും. അത് തന്നെ അവിടെയും സെമിറ്റിക് ശൈലിയിൽ എല്ലാവരും തന്നെ ബന്ധുജനങ്ങളിൽപ്പെട്ട ഒരു സഹോദരനും സഹോദരിയുമാണ് എന്താണ് സെമിറ്റിക് ശൈലി. ഇതൊന്നും അറിയാൻ വയ്യാത്തവരല്ല, പഠിക്കാത്തവരല്ല. ഇതൊക്കെ നല്ലപോലെ പഠിച്ചവരാ, അറിഞ്ഞവരാ. പിന്നെ മറ്റുള്ളവരെ പറയാൻ എന്തെങ്കിലും ദുഷിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അത് പിശാചിൻ്റെ സ്വഭാവമാണ്. മറ്റുള്ളവരെ ദുഷിക്കുക, വചനങ്ങൾ, പുസ്തകത്തിലെ ഭാഗങ്ങൾ വളച്ചൊടിക്കുക, ഇതൊക്കെ സാത്താൻ്റെ സ്വഭാവമാണ്. അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മത്തായി 23-13-14 വാക്യങ്ങളാണ് അതിൻ്റെ ഉത്തരം. ഞാൻ പറയുന്നില്ല, വിശദീകരണമൊക്കെ പലപ്പോഴും പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത്, അപ്പം സാത്താൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, എന്താണ് നാവിൽ നിന്ന് കർത്താവ് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന്, അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിശദീകരണം പറഞ്ഞു. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ അതൊക്കെ പറഞ്ഞു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരെ ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചെയ്യാം. അവരതാണ് ചെയ്യുന്നത്. ആത്മീയതയുടെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ അതെന്ന് കയറുക എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഏറ്റവും ഉന്നതിയിൽ, അതായത് ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിലൊന്നും പോയി നിൽക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്നവർ ആരും കയറുന്നില്ല. നിൽക്കുന്നവർ ആത്മീയതയുടെ
നിന്ന് ഉത്തുംഗ ശൃംഖത്തിലാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ ഇന്ന് എല്ലാവരും അങ്ങനെയാണ്, എല്ലാ സഭയിലും അങ്ങനെയാണ്. ഞാൻ പറയുന്നില്ല കത്തോലിക്ക സഭയിൽ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ധാരാളമുണ്ട് സഭയിൽ ഇരിക്കുന്ന. അത് എല്ലാവരും അൽമായരായാലും ഭക്ത സംഘടനകളായാലും പോഷക സംഘടനകൾ, ഭക്ത സംഘടനകൾ എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സംഘടനകളായാലും പിന്നെ സന്യസ്തരായാലും സമർപ്പിതരായാലും വൈദികരായാലും എല്ലാവരും വിചാരിക്കും ഞാനാണ് ഏറ്റവും മുകളിൽ, ഞാൻ പറയുന്നത് തന്നെ നടക്കണം, അത് പാലിക്കണം, അല്ലാതെ ഒന്നും ശരിയല്ല എന്ന് പറയുന്നവർ എത്രയോ പേരുണ്ട്, ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ. എല്ലാ തലത്തിലുള്ളവരുമുണ്ട്. അതൊന്നും ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. കാരണം എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം, നമ്മളിപ്പോഴും കാണുന്നതാണ്, അനുഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർ വീണാൽ എന്ത് ചെയ്യും? താഴേക്ക് ചാടിയ ദൂതന്മാർ കാത്തുകൊള്ളുമെന്നും പറഞ്ഞുകൊണ്ട് താഴെയോട്ട് ചാടാനൊന്നും പറ്റത്തില്ല. അവർ അവസാനം ഒന്നുമില്ലാതെ ധൂളിയായിട്ട് പോവുകയാണ്. ആ കല്ലിൽ വീഴുന്നവർ എന്ത് ചെയ്യുക? ഈ കല്ലിൽ വീഴേശു വന്ന കല്ലിൽ അങ്ങനെ ആ കല്ല് വീഴുന്ന ധൂളിയായിട്ട് പോകും എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പോകും, സ്കാറ്റേഡായിട്ട് അങ്ങ് പോകും, തീർന്നു. അപ്പോൾ ഇവിടെ പറയേണ്ടത് അങ്ങനെ നിൽക്കുന്നവർക്കും കൂടെ ഒരു ആത്മീയ വശവും കൂടെ ഉണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കണം, ഞങ്ങൾ വീഴാതിരിക്കാൻ, ഞാൻ മുകളിൽ താഴോട്ട് ചാടാതിരിക്കാൻ, മുകളിൽ കയറിയെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴാണ് അബദ്ധം പറ്റുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. സാധാരണ അവരെ പിടിക്കും, അപ്പോൾ പറയും ചാടിക്കോ, നീ ചെയ്തോ, നിൻ്റെ കാര്യമല്ല, ഇതിനൊന്നും കുഴപ്പമില്ല. അതിനുള്ള ന്യായമായിട്ടുള്ള വാക്കുകളും പറഞ്ഞു കൊടുക്കും വേദപുസ്തകത്തിൽ നിന്ന്. അപ്പോൾ സാത്താൻ അതിനെ ആ പ്രലോഭനത്തിൽ നിന്ന് വീഴാതിരിക്കാൻ അതിനുള്ളൊരു പാഠം കൂടിയാണ് ആ വാക്യം. അപ്പോൾ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം ഇനി അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അത് അടുത്ത പിന്നെ പറയുന്നുണ്ട്, യേശു പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അത് എങ്ങനെയാണ്? നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ മെറീബായിൽ വെച്ച് അവർ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. വെള്ളം കിട്ടാഞ്ഞപ്പോൾ അപ്പോൾ അവിടെ അധ്യായം 17 തോന്നി, ഞാൻ വിശദീകരിക്കേണ്ടല്ലോ, അത് വായിച്ചു നോക്കുന്നവർക്കറിയാം. അവിടെ വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അവർ കർത്താവിനെ പരീക്ഷിച്ചു എന്ന് പറയാൻ കർത്താവിനെതിരെ പിറുപിറുത്തു. അത് കൂടുതൽ വാഗ്വാദങ്ങളായി കർത്താവിനെതിരെ തന്നെ. ഇതൊന്നും കിട്ടാത്തിടത്താണോ ഇത് ഞങ്ങളെ കൊണ്ടുവന്നത്? അപ്പോൾ വെള്ളം പോലും കിട്ടാത്തിടത്താണ് എന്നൊക്കെ ഉള്ളതായി. ഇപ്പോൾ കർത്താവിന് ഇതെല്ലാം സാധിക്കുമെന്നുള്ളത് അപ്പോഴും അവർക്ക് ബോധ്യമായിട്ടില്ല. അതുപോലെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നോമ്പൊക്കെ ആചരിക്കുന്നു, കാര്യം ശരിയാണ്. അത് സാത്താൻ്റെ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നമ്മൾക്ക് ശക്തി നൽകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളുടെ അധര വ്യായാമമായിരുന്നു ഈ പ്രാർത്ഥനകൾ, നീണ്ട പ്രാർത്ഥനകളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കണം. സാത്താൻ എപ്പോഴാണ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ, നമ്മളെ താഴെ വീഴ്ത്താൻ ഈ ഒരുങ്ങുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പല രൂപത്തിലാണ്, പലപ്പോഴും സംഭവിക്കും, പല ഭാവത്തിലാണ്, പല കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കർത്താവിനെ അപ്പോൾ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അത് കാണിച്ചായിരിക്കും സാത്താൻ വരുന്നത്. ഇപ്പോൾ ഈ നോയമ്പ് കാലത്ത് എൻ്റെ രോഗങ്ങൾ വരും, ക്ഷീണം വരും, പ്രയാസങ്ങൾ വന്നെന്ന് വരും. ഇതെല്ലാം വരുന്നത് അപ്പോഴും സാത്താൻ ഇത് കണ്ടോ, നീ ഇത് ചെയ്യുന്നത്, നീ അത് കളഞ്ഞിട്ട് നോയമ്പ് ഇത് കൊണ്ട് അങ്ങ് നിർത്തിക്കുമോ, അല്ലെങ്കിൽ വർജിക്കപ്പെട്ടിരിക്കുന്ന ആഹാരങ്ങൾ നിനക്ക് വർജിക്കാം, നിനക്ക് അത് വർജിക്കേണ്ടെന്ന് ആവശ്യമില്ല, നിൻ്റെ ആരോഗ്യത്തിന് അത് വേണ്ടിയതാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കും. അങ്ങനെ നമ്മൾ ആ ഉത്തുംഗതയിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് നമ്മൾ താഴെ വീഴരുത്. നമ്മുടെ ദൈവമായിട്ടുള്ള ആ ഉന്നത അവസ്ഥയിൽ നിന്ന് താഴെ വീഴരുത് എന്നാണ് അതിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പരീക്ഷിക്കാൻ പോരുത്. നിങ്ങൾ മാസായിൽ അല്ലെങ്കിൽ മെറീബായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ ആകരുത്. ഇനി അടുത്തത്
പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവന് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. വളരെ വലിയ ഉയർന്ന സ്ഥലത്ത്, ഉയർന്ന മലയിൽ കൊണ്ടുപോയിട്ട് പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ അഗ്രത്തിൽ പോയി നിർത്തിയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തു. ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തെന്നാണ് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ വകയാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ തരും. അപ്പോൾ നീ അവിടെ പോയി കുരിശിൽ മരിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, അതിനുവേണ്ടിയാണ് ജനിച്ചതെന്ന് അറിയാം. അപ്പോൾ കർത്താവോടെ യേശുവിടെ വന്നത് ജനിച്ചതെന്ന് അറിയാം. അതുകൊണ്ട് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, നീ ഇതെല്ലാം നിനക്ക് ഇവിടെ സുഖമായിട്ട് വേണം ഇവിടെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ എന്ത് ചെയ്യണം? എന്നെ ആരാധിക്കണം. ഇവിടെ കർത്താവ് പറയുന്ന ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടുന്നത്? ഒരു കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. കർത്താവിടെ നമ്മൾ പറയുന്നുണ്ട് ഇത് പുറപ്പാടിൽ, ഞാനല്ലാതെ വേറെ ഒരു ദൈവം നിനക്കുണ്ടാകരുത്. നീ കൈകൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ, നീ ഉണ്ടാക്കുന്നതിനെ തന്നെ നീ തന്നെ അങ്ങ് ആരാധിക്കാനല്ല പോകേണ്ടുന്നത്, അത് ചെയ്യരുത്. നീ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ. എന്നാൽ നിൻ്റെ സന്തതികളും എല്ലാം തലമുറകളും എല്ലാം തന്നെ അനുഗ്രഹീതരാകും. ഈ ദേശമെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കും. ഈ നിന്നെ കൊണ്ടുപോകുന്ന ആ ദേശം, ആ തേനും പാലും ഒഴുകുന്ന ദേശം നിൻ്റേതായിരിക്കുമെന്ന് കർത്താവോടെ പറയുന്നുണ്ട്. വേറെ എന്തിനേയും ആരാധിക്കരുത്, ആഗ്രഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. കർത്താവ് ഈ വാക്യം പറഞ്ഞപ്പോഴാണ് അവർ വിട്ടുപോയി. നമുക്ക് നൊയമ്പ് കഴിയുമ്പോൾ, കർത്താവ് നൊയമ്പ് കഴിഞ്ഞപ്പോഴാണിത് ഈ ശക്തി പ്രാപിച്ച്. അപ്പം നമുക്ക് കാണിച്ചു തന്ന ഒരു പാഠമാണ്. സാധാരണ നിങ്ങളെ ഇന്ന് ഈ നൊയമ്പ് നിങ്ങൾ ആചരിക്കണം, അവനെ അവനെ ജയിക്കാനായിട്ട്, അവൻ്റെ പ്രലോഭനങ്ങൾ. നമ്മൾ അവൻ്റേതായിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. രണ്ട് സാമ്രാജ്യമാണുള്ളത്. ഒന്ന് ആത്മീയ സാമ്രാജ്യം ദൈവത്തിൻ്റേതും, അതായത് കിങ്ഡം ഓഫ് ഹെവൻ, ദൈവത്തിൻ്റെ സാമ്രാജ്യം. അപ്പോൾ അടുത്തത് സാത്താൻ്റെ നരക സാമ്രാജ്യം. അപ്പോൾ ലൗകികതയായിട്ട് അങ്ങനെ കഴിയുന്നവർ അവൻ്റെ സാമ്രാജ്യത്തിലും, ആത്മീയമായിട്ട് കഴിയുന്നവർ ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിലുമാണ്. ദൈവരാജ്യം, അതെ, ദൈവരാജ്യം, സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിയുന്നവർ, അവർക്ക് ദൈവരാജ്യത്തിൻ്റെ ആളുകളായിട്ട് കഴിയുന്നവർക്ക് കഴിയണമെങ്കിൽ ഈ നോയമ്പ് വേണം. അല്ലാതെ നമ്മൾ പലപ്പോഴും വീണു പോകും. നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ശക്തിപ്പെടുത്താനാണ്, വിശുദ്ധീകരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ഈ നോയമ്പ് നോറ്റത് ആർക്ക് വേണ്ടിയാണ്? കർത്താവ് നോയമ്പ് നോറ്റത് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. ആർക്കാ? ജനപദത്തിന് മുഴുവനും. കർത്താവിന് വേണ്ടിയല്ല, ഞാൻ പറഞ്ഞു, ബന്ധുക്കൾക്കും ജനങ്ങൾക്കും വേണ്ടി, അവരുടെ സ്വന്തം ജനത്തിന് വേണ്ടി മാത്രമായിട്ടല്ല, എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കർത്താവൊന്നും ആഗ്രഹിച്ചില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ കർത്താവ് തന്നെ പറയാം. അപ്പോൾ എല്ലാവരെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് 17 യോഹന്നാൻ അതിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേക്കാം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അതായത് തൻ്റെ പരസ്യ ജീവിതകാലത്ത് അവസാനം അന്ത്യനാളുകളിലോട്ടായപ്പോൾ കർത്താവ് അവർക്കൊരു വിടവാങ്ങൽ പ്രസംഗമാണ്, വിടവാങ്ങൽ ഉപദേശം കൊടുക്കുകയാണ്. പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന പോലെ, മറ്റു ദൂരെ പോകുമ്പോൾ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഒരു പറയാണ്, പിതാവിനോട് പറയുകയാണ്, പിതാവേ, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം. ഇതാണ് നൊയമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം, അല്ല മറ്റു കഥകളും കാര്യങ്ങളും ഒന്നുമല്ല.
അത് വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ആരെയാ? എല്ലാ നമ്മുടെ ജനതകളെ, എല്ലാ ശിഷ്യന്മാരെ, അവരുടെ നിന്ന് ശിഷ്യന്മാരെ മാത്രമല്ല, എല്ലാവരെയും വരെയും ഈ ലോകാവസാനം വരെയും ഉണ്ടാകുന്ന മാനവകുലത്തിലുള്ള എല്ലാവരെയും, അത് ക്രിസ്തു ശിഷ്യരെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണം. അങ്ങോട്ട് അവരെ ആകർഷിക്കണം, വിശുദ്ധീകരിക്കണം അവിടുത്തെ വചനം കൊണ്ട്. അവരെ അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്, സത്യം എന്ന് പറഞ്ഞ വചനമാണ്. ആ വചനത്താൽ വേണം വിശുദ്ധീകരിക്കപ്പെടാൻ, മറ്റൊന്നും പറഞ്ഞിട്ടല്ല വിശുദ്ധീകരിക്കേണ്ടുന്നത്. അത് വിശുദ്ധീകരിക്കണോ? അല്ല, അത് അങ്ങോട്ട് പോകും തിരിച്ച്. എവിടാ? സാത്താൻ്റെ ഭാഗത്തോട്ട്. അപ്പോൾ അതിനുള്ള വഴി വയ്ക്കരുത്. ഭക്തിയോടെ നിന്ന് ദൈവഭക്തിയിൽ ലയിച്ചിരിക്കേണ്ടുന്നതിന് പകരം കഥകൾ പറയുമ്പോൾ ആ കഥയിലോട്ടായി പോവും, അതിൻ്റെ ഒരു ഇതായി പോവും. മറ്റ് ഇത് പുരാണങ്ങളും മറ്റ് എത്തിക്സിൽ ഇതെല്ലാം പറയുമ്പോൾ അവിടെ അവരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ആ കഥാപാത്രങ്ങളോടുകൂടിയായി പോവും നമ്മൾ മനസ്സ്. പിന്നെ ഇവിടുന്ന് ദൈവത്തിൻ്റെ പക്കലിലോട്ട് ചായുന്നത് അങ്ങനെ വരികയില്ല. അപ്പോൾ അവരെ സത്യത്താൽ, സത്യം വചനമായ ദൈവം തന്നെയാണ്, യേശു തന്നെയാണ്. അപ്പോൾ സത്യം എന്ന് പറയുന്നത് യേശു തന്നെയാണ്, വചനം. അപ്പോൾ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ കർത്താവ് നോമ്പ് നോറ്റത് ആർക്ക് വേണ്ടിയാണ്? എല്ലാവരും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, സർവ്വമാനവകുലത്തിനെയും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ സ്വാർത്ഥത കൊണ്ട്, ഇപ്പം നമ്മൾ എങ്ങനെയാണ് നോമ്പ് നോക്കുന്നത്? ഈ കാനഡയിൽ സ്ഥിരമായിട്ടൊന്ന് കിട്ടണം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അമേരിക്കയിലാണ് ഏറ്റവും നല്ലതാണ്. കർത്താവേ, ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അമേരിക്കയ്ക്ക് പറ്റണേ, എൻ്റെ മക്കൾക്ക് പറ്റണേ, എനിക്ക് പോകാൻ കഴിയണേ, അല്ലെങ്കിൽ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ കഴിയണേ. അവിടെ ചെന്നിട്ടുള്ള വിവരമൊന്നും ഒന്നും ചിന്തിക്കത്തില്ല. പോകാൻ കഴിയണേ. UK അല്ലെങ്കിൽ ജർമ്മനിയിൽ, ഒന്നുമില്ലെങ്കിൽ ആസ്ട്രേലിയയിലെങ്കിലും പോകാൻ കഴിയണേ. ഇതൊക്കെയായിരിക്കും നോമ്പിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ മക്കൾ കാണാൻ പഠിച്ച് അവർ എഞ്ചിനീയർ, ഡോക്ടർ ആകണം, ഉന്നത നിലയിലായിരിക്കണം. എനിക്ക് അടുത്ത വീട്ടിൽ നല്ലൊരു വീട് വെച്ചു, മാളിക പോലെ. അപ്പോൾ എനിക്ക് കൊട്ടാരം പോലെയുള്ളൊരു വീട്, അവരെക്കാൾ ഇച്ചിരൂടെ വലിയതൊന്ന് വേണം. ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ സ്വന്തം സ്വാർത്ഥതയാണ്, താല്പര്യങ്ങളാണ് അവിടെ വേണ്ടുന്നത്. കർത്താവ് ഇവിടെ സ്വന്തം താല്പര്യത്തിനൊന്നും ചെയ്തില്ല. നോയമ്പ് കഴിഞ്ഞപ്പോൾ അപ്പം ഭക്ഷിക്കാൻ നോക്കിയില്ല. പിന്നെ അതിൽ കിട്ടുന്ന ലോക സുഖങ്ങളെല്ലാം, അധികാരമെല്ലാം നമുക്ക് കൈക്കലാക്കാൻ തോന്നിയില്ല. രാജ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ഉന്നതത്തിൽ കയറിയിരിക്കുന്ന ഉന്നതനല്ലേ, ദൈവോത്തനല്ലേ, താഴോട്ടൊന്ന് ചാടിക്കോ എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചില്ല. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് കൂടെ നിൽക്കുന്നു, ഉന്നത അവസ്ഥയിൽ നിൽക്കുന്നു. അവിടെ എനിക്ക് എന്തുമാകാം, എൻ്റെയാണ് അധികാരം, ഞാൻ പറയുന്ന പോലെ എല്ലാവരും കേൾക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഒക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ശരിയല്ല. അതൊക്കെ സ്വാർത്ഥതയാണ്. അപ്പം നമ്മൾ നോമ്പ് നോക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നോമ്പ് നോക്കണം. നമുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഇഷ്ടമല്ലാത്തവർ, വിദ്വേഷമുള്ളവർ, നമ്മളെ ദേഷിക്കുന്നവർ, നമ്മളെ ദ്രോഹിക്കുന്നവർ ഒക്കെ ഉണ്ട്. അല്ല, അപ്പോൾ നമുക്ക് അവരോട് ഇഷ്ടമാണെങ്കിലും ചിലരങ്ങനെയാണ്, നമ്മളെ ദ്രോഹിക്കും, ദേഷിക്കും, നമ്മൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തും, എങ്ങനെയെങ്കിലും ദോഷം ചെയ്യാനുള്ള അവസരം നോക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നോമ്പ് നോക്കേണ്ടുന്നത്. മറ്റു കർത്താവിനെ, ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയാണ്, സത്യം അറിയാത്തവർക്ക് വേണ്ടിയാണ് നോമ്പ് നോക്കേണ്ടുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യണം. നമ്മുടെ നിയോഗം അതായിരിക്കണം. നോമ്പ് നമ്മളെ സ്വയം വിശുദ്ധീകരിക്കുകയാണ്, കാര്യം ശരിയാണ്. അപ്പോൾ അങ്ങനെ അൽസരായിട്ട് ഇപ്പം ക്രിസ്ത്യാനികളിൽ തന്നെ, അല്ലെങ്കിൽ കത്തോലിക്കലിൽ തന്നെ, മറ്റ് അപ്പസ്തോലിക സഭകളിൽ തന്നെ അൽസരായിട്ട് നടക്കുന്നുണ്ട്. പള്ളിയിൽ കയറാത്തവർ എത്രയോ പേരുണ്ട്. ഈ കാര്യങ്ങളൊന്നും പള്ളിയിൽ ഈ നോയമ്പ് കാലത്ത് പോലും കയറത്തില്ല. ദുഃഖവെള്ളിയാഴ്ച ഒന്ന് വരും കരഞ്ഞ് കാണിക്കാനായിട്ട്, ചുമ്മാതെ കയ്പ് നീര് കുടിക്കാനും ഒക്കെ വരുന്നവരൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ പള്ളികളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ അലസതയും സുഖഭോഗങ്ങളും നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ നോമ്പ് നോക്കണം. നമുക്കൊരു നിയോഗം ഉണ്ടായിരിക്കണം നോമ്പിന്. അല്ല നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്കല്ല. അത് ഇങ്ങനെ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ബാക്കിയുള്ള ദൈവം ഒരു ബോണസായിട്ട് നമുക്ക് തരും. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ സ്വന്തം കാര്യങ്ങൾ, അവരുടെ നേട്ടങ്ങളും ഉയർച്ചകളും അതിലൊരു ബോണസായിട്ട് ഇനി കിട്ടും. അപ്പോൾ ആദ്യം ഇത് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ നോമ്പിനെ, വിശുദ്ധ നോമ്പാണ്. ഈ വിശുദ്ധ നോമ്പിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതിൽ നിരന്തരമായി നിൻ്റെ തിരുവിഷ്ടം
തിരുവിഷ്ടം പ്രവർത്തിക്കാനും അതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം പരിശുദ്ധമായി നിവർത്തിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പോൾ എന്തുവാണ് അവിടുത്തെ തിരുവിഷ്ടം പ്രവർത്തിക്കണം. ആദരം കൊണ്ട് അവിടെ ചെന്ന് അങ്ങ് നിർത്താതെ കണ്ണീര് ഒഴുക്കി പറഞ്ഞാൽ പോരാ. കണ്ണീര് ദൈവത്തിന് ഇഷ്ടമാണ്. അതെങ്ങനെയാണ്? ആ കണ്ണീര് നമ്മൾ പരിശോധിക്കണം. ഒന്ന് തൊട്ട് നോക്കിയാൽ ആ കണ്ണീരിന് ചൂടുണ്ടോ എന്ന് നോക്കണം. നല്ല തിളയ്ക്കും ചൂട് കാണും കണ്ണീരിന്. എങ്ങനെ? അനുതാപം വന്നുള്ള കണ്ണീരാണെങ്കിൽ നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളെ പറ്റി നമ്മുടെ അയോഗ്യതകളെ പറ്റി അനുതാപമുള്ള കണ്ണീരാണെങ്കിൽ കാണും. അല്ലാതെ സാധാരണ കണ്ണീരിന് ചൂട് കാണത്തില്ല. ആനന്ദ കണ്ണീരിന് ഒരിക്കലും ചൂട് കാണത്തില്ല. അത് ദൈവത്തിൻ്റെ ആയിട്ടുള്ള അത് വേറെ. അല്ലാതെ ഉള്ള നമ്മുടെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളായാലും ലോകത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ സന്തോഷം കൊണ്ട് മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് വരുന്ന കണ്ണീരുണ്ട്. അതല്ല ഞാൻ പറയാം. അനുതാപം കൊണ്ടുള്ള കണ്ണീര് പ്രാർത്ഥിക്കുമ്പോൾ ഒഴുക്കുന്ന കണ്ണീര് അനുതാപത്തിൻ്റേതായിരിക്കണം. അനുതാപം ഉണ്ടായെങ്കിൽ അനുതാപം എന്തുവാണ്? മനസ്സിൻ്റെ താപം ഉണ്ടായത്. ബുദ്ധിക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിന് താപം ഉണ്ടായി, ഹൃദയത്തിന് താപം ചൂടുണ്ടായി, ശരീരമൊക്കെ ചൂടാകും, വേർക്കും. അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനെ വേർത്ത് ആ വരുന്ന കണ്ണീര് നല്ല ചൂടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ണീരല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നമ്മൾ നോക്കിയ നോമ്പ് ശരിയല്ല, അത് കുഴപ്പമുണ്ട്, കുറവുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ തിരുത്തണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ണീര് ആയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ആ കണ്ണീരിന് വിലയുണ്ട്. അല്ലാതെ ചിലർ കുടികൂടാതെ കണ്ണീര് ഒഴുക്കും. എന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കർത്താവേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് കണ്ണീരങ്ങ് ചാടും. അതല്ല, അങ്ങനത്തെ ഓട്ടോമാറ്റിക് പ്രൊഫഷണൽ കണ്ണുനീരല്ല അത് പ്രൊഫഷണൽ പ്രാർത്ഥന. അപ്പം നിരന്തരമായി തിരുവിഷ്ടം പ്രവർത്തിക്കാൻ കഴിയണം. നിരന്തരം അപ്പോഴൊന്ന് പ്രവർത്തിക്കാനല്ല, നോയമ്പ് കഴിഞ്ഞോട്ട് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും കണ്ട് ചിരിക്കാനല്ല. എപ്പോഴും ചിരിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഫിലിപ്പിയർ 2:4 അധ്യായത്തിൽ പറയുന്നില്ലേ? 4-ാം വാക്യം, 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കൂ, കർത്താവിൽ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തുഷ്ടരായിരിക്കണം. അപ്പോൾ നോയമ്പ് നോക്കി കർത്താവിനോട് കൂടിയായിരിക്കുന്നവർ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ദുഃഖത്തിലല്ല. മുഖം ഒരിക്കലും മ്ലാനമാകത്തില്ല. എപ്പോഴും ഈ നോയമ്പ് കാലത്ത് എപ്പോഴും ഈ 50 ദിവസവും എന്ത് ചെയ്യണം? സന്തോഷത്തിലായിരിക്കണം. കാണുന്നവരൊക്കെ സന്തോഷമായിരിക്കണം. എപ്പോഴും ചിരിച്ചിങ്ങനെയൊക്കെ ഇരുന്നാൽ വല്ലവരും പറയും വട്ടാണെന്ന്. അങ്ങനെയുള്ളതല്ല. ആ വട്ട് ചിരിയുടെ അല്ല പറയുക. ഒരു സന്തോഷത്തോടെ എല്ലാവരെയും കാണുക, എല്ലാവരെയും അഭിമുഖീകരിക്കുക. സന്തോഷം വേണം. ഒന്ന് ചിരിച്ച് വർത്തമാനം പറയുക, ഒന്ന് കൈ കൊടുത്ത് വർത്തമാനം പറയുക. അതൊന്നും ചെയ്യാനാർക്കും നമുക്കാർക്കും വയ്യ. എത്രയോ പേരുണ്ട്. നമ്മുടെ ചിലപ്പോൾ തൊട്ടടുത്ത വീടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും അനുഭവമാണ്. പക്ഷേ നമുക്ക് മിണ്ടാൻ പറ്റില്ല. ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള ദൂരം, ഇവിടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ദൂരമുണ്ട്. അപ്പോൾ അത്ര മനസ്സുകൊണ്ട് മനസ്സിൻ്റെ ദൂരം പറയാം, തൊട്ടടുത്തുള്ള വീടുമായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്കും പേടിയാണ് ചിലരോട് മിണ്ടുന്നതിന്. കാരണം എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലം, എന്നോടുള്ള റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ചിലപ്പോൾ ഉണ്ടാകാൻ പറ്റും. അത് കർത്താവിനോട് പറഞ്ഞ് നമുക്ക് സഹായം ആവശ്യപ്പെടാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, മറ്റേ കടുത്ത മനസ്സുമായിട്ട് കരിമ്പാറ പോലെ ആക്കുന്ന മനസ്സുകൂടെ ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. ഞാൻ മറ്റേ കൂട്ടരെയല്ല പറഞ്ഞത്, ഇപ്പം പറഞ്ഞത് പോലെ ഉള്ളതല്ല. അവർക്ക് അനുതാപമുണ്ട്, വിഷമമുണ്ട്, ആ ദൈവത്തോട് പറഞ്ഞു പോകും. അപ്പം ഞാനും അങ്ങനെയൊക്കെയാണ്. ചിലരൊക്കെ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. പക്ഷേ അപ്പോഴും ചെയ്യും നമ്മൾ. ഒരിക്കലും എനിക്ക് അവരെ കാണണ്ട, അല്ലെ അവളെ കാണണ്ട, കുടുംബത്തെ കാണണ്ട, എനിക്ക് അവരുടെ കാര്യം കേൾക്കണ്ട, അറിയണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ എത്രയും പേരുണ്ട്. പള്ളിയിലുമൊക്കെ പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, ഈ നീണ്ട പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് അതര വ്യായാമം. അതരത്തിന് കവിളിലും ഈ നമ്മളെ ചെള്ളയ്ക്കുമൊക്കെ എന്ത് ചെയ്യും, നാവിനുമൊക്കെ ഒരു വ്യായാമമുണ്ട്. അതേ അവിടെ നടക്കുന്നുള്ളെന്നർത്ഥം. നമ്മുടെ സമയം കഴിഞ്ഞ് സമയങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? വെറുതെ പാഴാക്കും. നിങ്ങൾ അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കാതിരിക്കുക. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? എന്തിനാ അതിയെപ്പറ്റി നീണ്ട പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്? വെറുതെ ആയിപ്പോയി. പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങി ഒരു വയ്യാത്തവരെയോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളവർ ഒരാൾ വാഹനം വെറുതെ പോയാലും അതിൻ്റെ സ്ഥലം ഉണ്ടെങ്കിലും വിളിച്ച് കയറ്റത്തില്ല. ചിലപ്പം അഭിമാനം ഇത് കൊണ്ട് വിചാരിച്ച് ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കത്തില്ലായിരിക്കും. ഇപ്പോൾ എനിക്കായാലും എല്ലാവർക്കും ഉള്ള അനുഭവമാണ്. അപ്പോൾ ചോദിക്കത്തില്ല. എന്നാലും വിളിച്ച് കയറ്റുന്നതാണ് നോയമ്പിലുള്ളവൻ, നോയമ്പ് ആചരിക്കുന്നവൻ. അത് ആ പ്രാർത്ഥന ചൊല്ലുന്നവൻ്റെ കടമയാണ്. അവന് വിളിച്ച് കയറ്റണം. അല്ലെങ്കിൽ നിൻ്റെ നോമ്പ് വിജയിക്കുന്നില്ല. നമ്മുടെ നോമ്പ് വിജയിക്കുന്നില്ല. സാത്താൻ കൊണ്ടുപോയി. അവിടെ സാത്താൻ അപകരിച്ചു. അതിൻ്റെ ഫലങ്ങളെല്ലാം പകരം നമുക്ക് തിന്മ നമുക്ക് വിളമ്പിത്തന്നു എന്ന് മനസ്സിലാക്കിക്കണം കേൾക്കുന്നവർ. അപ്പോൾ അതിനാണോ നമ്മൾ നോമ്പ് നോക്കുന്നത്? നമ്മളെല്ലാം പാഴാക്കി കളഞ്ഞ്. കുടം
കമഴ്ത്തി വെച്ച് വെള്ളം കോരുന്നില്ല, വെള്ളം കോരി കുടം അങ്ങോട്ട് കൊണ്ടുവച്ചു, അത് ചരിഞ്ഞ് കമന്ന് പോയി, നമ്മൾ അറിഞ്ഞില്ല, കോരുന്നവൻ അറിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കോരി ഒഴിക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്താണോ കുടം നിറയാതെ നോക്കുമ്പോഴാണ് കുടം എന്ത് ചെയ്യുന്നു, ചരിഞ്ഞ് കിടക്കുക. പിന്നെ എങ്ങനെ വെള്ളം കോരി ഒഴിച്ചതിന് ശരിയാന്ന്? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആയി പോയി നമ്മുടെ അങ്ങനെയുള്ളവരുടെ നോമ്പ് നോക്കുക, നമ്മളെ ആരായാലും. ഒരു സ്വാർത്ഥത കാണരുത്. പിന്നെ ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്തുവാ, പരിശുദ്ധമായിട്ട് ദിവസങ്ങളുടെ എണ്ണം നിവർത്തിപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ, നിവർത്തിക്കാനും. അപ്പോൾ പ്രവർത്തിക്കാനും തിരുവിഷ്ടം പ്രവർത്തിക്കാനും അതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം പരിശുദ്ധമായിട്ട് നിവർത്തിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാ? പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ ചെയ്യണം. വെറുതെ ധ്യാന പ്രസംഗത്തിന് പോയി അല്ലാതെ പോയി ഞാനവരെ പോകരുതെന്നും അല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞത്. ആത്മാർത്ഥത വേണം, ഹൃദയം കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയായിരിക്കണം, യാചനകൾ അപേക്ഷകളായിരിക്കണം. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അനുതാപത്തിൻ്റെ കണ്ണുനീരാലും പാപങ്ങളാകുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തുടച്ച് വെളിപ്പാക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. പാപങ്ങളാകുന്ന മാലിന്യങ്ങൾ തുടച്ച് നീക്കാൻ തുടച്ച് വെടിപ്പാക്കണമേ ഞങ്ങളെ കണ്ണുനീര് കൊണ്ട്. അപ്പോൾ ഞാൻ കണ്ണുനീരിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ ആ പാപിനിയായ സ്ത്രീയെ എന്തുവാ, ആ കണ്ണുനീര് കൊണ്ട് അവളുടെ പാദങ്ങളെല്ലാം ചൂട് കണ്ണുനീരല്ലേ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയതുപോലെ കർത്താവിന് തൈലമൊക്കെ പൂശിയിട്ട് കഴുകി ഇട്ട് തൈലവും പൂശി വൃത്തിയാക്കി അവിടെ കണ്ണീര്, ആ അനുതാപത്തിൻ്റെ കണ്ണീര് വന്നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നത് കർത്താവ്. എന്തുവാ, പിതാവ് ഈ ഒരുപാട് നമ്മൾ പറയും, നമ്മളെ ശിക്ഷിക്കാനും ഒന്നും ഇരിക്കുന്നത് മാത്രമല്ല, കരുണയുള്ളവൻ, കരുണയുടെ നിറകുടമാണ്, കരുണയുടെ ഉദാഹരണമാണ് പിതാവ് കർത്താവ്. അപ്പോൾ ആ കണ്ണുനീരിനാണ് വില. അപ്പോൾ എന്തെല്ലാം കൂടി നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ പറയുന്നുണ്ട്, എന്തെല്ലാം അമൂല്യങ്ങളായ രത്നങ്ങളാലും സ്വർണത്താലും അമൂല്യ വസ്തുക്കളാലും അമൂല്യ പരിമള ദ്രവ്യത്താലും ഒന്നും നമ്മൾക്ക് കണ്ണീർ പ്രസാദിക്കുന്നതല്ല. എന്ത് ചെയ്യാനാ? കണ്ണുനീര് കൊണ്ടാണ്. കണ്ണീര് ഒഴുക്കുന്ന കാണുമ്പോൾ അത് എങ്ങനത്തെ കണ്ണീര്? ഞാൻ പറഞ്ഞ ആദ്യം ഈ പറഞ്ഞ ചിലർ എന്തുവാ പ്രൊഫഷണൽ ആക്ഷൻ കൊണ്ട് കണ്ണീര് വരുന്നതല്ല, പ്രാർത്ഥന എന്നുള്ള ആക്ഷൻ കൊണ്ട്. പിന്നെ അനുതാപം കൊണ്ടുള്ള കണ്ണുനീരുള്ള ചൂട് കണ്ണുനീര് അത് കർത്താവ് സ്വീകരിക്കുന്നു, കർത്താവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആ മാലിന്യങ്ങൾ മുഴുവൻ തുടച്ച് വെടിപ്പാക്കപ്പെടും. അങ്ങനെയാണ് വേണ്ടി നമ്മളെ നോക്കി നോക്കുന്നത്. ഞങ്ങളെ കർത്താവ് ഈശോ മിശിഹാകുന്ന നിൻ്റെ ഏകജാതനായ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള നോമ്പിനെ ഞങ്ങൾ താല്പര്യമായി അഭ്യസിക്കുകയും യഥാർത്ഥമായി അതിനെ അനുകരിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ. നോമ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ പ്രശോഭിതരായി വന്നെത്തുമാറാകണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു ദിവസത്തെ പ്രാർത്ഥന, തിങ്കളാഴ്ചത്തെ പ്രാർത്ഥനകളെ സദറായാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയുടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ പാപം ചെയ്യുകയാണ്, ഒരു പാപം കൂടെ നമ്മൾ വരുത്തി വയ്ക്കുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു, പള്ളിയിൽ പോയി എല്ലാം ചെയ്തു. എന്ത് തെറ്റുകളാണ്, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ ഇതിന് ധ്യാന പ്രസംഗം നടത്തുന്നവരും അല്ലാത്തവരൊക്കെ എന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഒന്ന് കൊടുത്ത് അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്നില്ല? എനിക്കറിഞ്ഞൂടാ. അവർക്ക് കടമകൾ കഴിച്ച് പോകണം, മറ്റുള്ളവർ ആ സമയം കഴിഞ്ഞ് വേഗം സ്ഥലം വിടണം, കിട്ടുന്നതും വാങ്ങിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരരുത് കേട്ടോ. അതുകൊണ്ട് നമ്മളായിട്ട് ചിന്തിക്കണം, നമുക്ക് അനുതാപം ഉണ്ടാകണം, ചൂട് കണ്ണുനീരൊഴുകണം. ആ കണ്ണുനീരിന് ചൂടുണ്ടായി തിളയ്ക്കുന്ന ചൂടായിരിക്കും അതിന്, എങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പം കർത്താവിൻ്റെ അതുപോലെ ഞങ്ങളെ ഈ നോമ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങളെ പ്രശോഭിതരായി വന്നെത്തുമാറാകണമേ. നോമ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങളെ പ്രശോഭിതരാകണം. എങ്ങനെയാണ് നോമ്പിൻ്റെ അവസാനത്തിൽ പ്രശോഭിതരാകുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ അറിയാം, പഴയ നിയമത്തിലെ മോശ നോമ്പ് നോക്കിയിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരുന്നു. വന്നെത്തുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രകാശം കൊണ്ട് നിറഞ്ഞായിരുന്നു. മോശയുടെ മുഖത്ത് നോക്കാനായിട്ട് സാധിക്കയില്ലായിരുന്നു അവർക്ക്. അപ്പോൾ പറഞ്ഞ മോശ ഞങ്ങളോട് സംസാരിക്കേണ്ട, ദൈവം സംസാരിക്കേണ്ട. മോശയുടെ പുറപ്പാട് 34 അധ്യായം 34-35 വാക്യങ്ങളാണ്. അപ്പോൾ പറയുന്നുണ്ട്, മോശയുടെ മുഖം
അവരുടെ മുൻപിൽ കാണാൻ വയ്യാത്തതുകൊണ്ട് അത് ഭയങ്കര തേജസ്സോടിയായിരുന്നു. നൊയമ്പ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ, നൊയമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞില്ല, കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ആഹാരപാനീയങ്ങളൊന്നുമില്ലാതെ ഒരു ചിന്തകളും ഇല്ലായിരുന്നു. കർത്താവിൻ്റെ കൂടെ, കർത്താവായ പ്രകാശമാണ്, പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ്, ഉദ്ഭവമാണ്. അപ്പോൾ ആ പ്രകാശത്തിൽ കഴിഞ്ഞപ്പോൾ അത് നമുക്കും കിട്ടി, ആ മോശയ്ക്കും കിട്ടി, നമുക്കും കിട്ടണം നൊയമ്പ് കഴിയുമ്പോൾ ഇതുപോലെ. അപ്പോൾ മോശയുടെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ മുൻപിൽ വന്നിരുന്നത്. കർത്താവിൻ്റെ അടുത്ത് കയറുമ്പോൾ, പിന്നെ ആ മലയിൽ കയറുമ്പോൾ, പേടകത്തിൻ്റെ മുൻപിൽ കയറുമ്പോൾ മാത്രമേ, അകത്ത് കയറുമ്പോൾ കർത്താവിനോട് സംസാരിക്കാൻ കയറുമ്പോൾ മാത്രമേ മൂടുപടം മാറ്റിയിരുന്നുള്ളൂ, കാരണം അവിടെ പ്രകാശമാണ്. അപ്പോൾ അതുപോലെ പ്രകാശിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഫുൾട്ടൺ ജേഴ്സിയിൽ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കഴിഞ്ഞാണ് ഒരു എനിക്ക് തോന്നുന്നു 10-80 വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള കഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നോയമ്പ് കഴിയുന്നവൻ്റെ സൗന്ദര്യം വർദ്ധിക്കും, ശാരീരിക സൗന്ദര്യം വലിയ സൗന്ദര്യമായിരിക്കും. അപ്പോൾ ആത്മീയമായിട്ടുള്ള ആ നേട്ടം മാത്രമല്ല, ഇങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ആ കർത്താവിൽ നിന്ന് കിട്ടുന്നതാണ്, ആ പ്രകാശം തൊട്ട് കിട്ടുന്നതാണ്, കർത്താവിൽ കഴിഞ്ഞുകൊണ്ടാണ്. അവിടെ നമ്മളുടെ സ്വാർത്ഥത പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ചുമ്മാതെ അങ്ങ് കിട്ടുമെന്ന്. ആ സ്വാർത്ഥത, നമുക്ക് ആ പ്രകാശം കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ നോക്കുന്നവർ ഏതാണ്ട് പോലെ ഇരിക്കുന്നു ഇയാളുടെ മുഖം എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു, മനസ്സിൽ അവർക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ നോമ്പ് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നില്ല, നമ്മൾ നോമ്പെന്നുള്ള ഭാവേന പിശാചിൻ്റെ കൂടെയായിരുന്നു, പിശാചിനെ തൃപ്തിപ്പെടുത്താൻ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നിർത്താം. അടുത്ത ഞായറാഴ്ചയോ പറ്റുമെങ്കിൽ ദൈവം സഹായിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ് സാധിക്കുന്നില്ല അനുഗ്രഹിക്കുന്നെങ്കിൽ നമുക്കത് ചെയ്യാം. ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും മറ്റുള്ളവർ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ദൈവം എന്നെ സഹായിക്കണം. അതിനുവേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം, കേൾക്കുന്നവരും അറിയുന്നവരും ഒക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഏത് മതത്തിൽപ്പെട്ടവരായാലും എങ്ങനെ ആയാലും ഇതൊക്കെ മനസ്സിലാക്കണം. എല്ലാവർക്കും കൂടെ വേണ്ടിയതാണ്. അത് അല്ലാതെ ഒരുത്തർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, അപ്പസ്തോലിക സഭകൾക്ക് വേണ്ടി മാത്രമല്ല, നോമ്പുള്ളവർക്ക് അല്ലാത്തവർക്കും എല്ലാവർക്കും കൂടെ ഉപകരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപകരിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നിർത്താം. കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ഈ നോമ്പ് മുഖാന്തരം അവിടുത്തെ തിരുവിഷ്ടം നിരന്തരം പ്രവർത്തിപ്പാനും അവിടുത്തെ ഞങ്ങളുടെ എല്ലാ ദിവസങ്ങളിലും അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതരാകാനും ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലും ദൂരദേശങ്ങളിലും എല്ലാവരും ഉള്ളവരെ, ഈ നോയമ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെ, ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയാത്തവരായിട്ടുള്ള എല്ലാവർക്കും കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും അവശതകളും എല്ലാം ഉള്ളവർ ധാരാളം പേരുണ്ടല്ലോ കർത്താവെ. അവരുടെ ആവശ്യങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ ആവശ്യങ്ങളിലും അവരുടെ അസുഖങ്ങളിലും ശരീരാസ്വാസ്ഥ്യങ്ങളിലും എല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന ആശ്വാസം സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പിതാവേ, അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തേക്ക് മഹത്വവും സ്തോത്രവും പുകഴ്ചയും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.